റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തന്നെ വിളിച്ചെന്നാന്ന് പറഞ്ഞില്ല. അപ്പോൾ റിസ്ക് സാധാരണ വരുന്നത് എന്താണ്? നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് വരാം. ഒന്നാമത്തെ കാര്യം റിസ്ക് വരുന്നത് എല്ലാവർക്കും നമസ്കാരം. ടി ഫാമിലിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവരെ കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇവരുടെ സിറ്റുവേഷൻ കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ വിഷമം അവർ വരുത്തി വെച്ചത് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിനുള്ള കുറച്ചധികം റീസൺസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത്യാവശ്യം നിങ്ങൾ ഒരു മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൽ എവിടേക്ക് ശരിയുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യൂ പോയിന്റും പോലെ ഇരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് ടി ഫാമിലി അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു, എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടി ഫാമിലിയുടെ ഷെമി പ്രഗ്നന്റ് ആയിരുന്നു. ആയിരിക്കും അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ കൊച്ചു ജനിച്ച സമയത്ത് ആ കൊച്ചു മരണപ്പെട്ടു പോയി. എല്ലാവർക്കും സങ്കടമുള്ള ഒരു കേസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കും പറയാൻ പറ്റത്തുള്ളൂ. അന്വേഷിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗത്ത് അത്യാവശ്യം മിസ്റ്റേക്ക് ഉള്ളതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ടാണ് പ്രസവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പ്രസവം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിന് വൺ റീച്ചാണ്. ആ സാധനം വെച്ചിട്ട് തന്നെ കൊച്ചിന്റെ അത്യാവശ്യം ചെലവിന് ഉൾപ്പെടെയുള്ള പൈസ വരെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ വ്യൂവർഷിപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും തുറുപ്പ് ചീട്ടായിട്ട് പ്രസവം തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഷെമിയുടെ കേസിലും അതുപോലെ തന്നെ ഇവർ ആ ഒരു പ്രസവം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് വ്യൂവർഷിപ്പിന്റെ കേസല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാലും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഷെമി പ്രഗ്നന്റ് ആകുന്നത് ഒരു 25 അല്ലെങ്കിൽ 30 ആ ഒരു ഏജ് കാറ്റഗറിയിലല്ല. ഒരു 40+, 40+, 43 വയസ്സെങ്ങാണ്ടായിട്ടുണ്ട് ഷെമിക്ക്. ഈ ഒരു ഏജിലാണ് ഇവർ പ്രഗ്നന്റ് ആയി പ്രസവിക്കുന്നത്. ഈ ഒരു ഏജിൽ പ്രസവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഏജിൽ പ്രസവിക്കുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അങ്ങനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് ഫോൾട്ടുകൾ സംഭവിക്കാം. ഒരു പക്ഷേ അമ്മയ്ക്കും മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ഏജാണ്. ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആയത് തന്നെ അത്യാവശ്യം ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അങ്ങനെ പ്രഗ്നന്റ് ആയി പ്രസവിച്ച് നല്ല ഹെൽത്തി കുട്ടികളായിട്ടൊക്കെ ജീവിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ സംസാരിച്ചതും എന്റെ അറിവിൽ ഒരു നഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡും കാര്യങ്ങളും അത്രയും ഹെൽത്തി ആണ് ഈ സ്ത്രീ എങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഇത് ഒട്ടും ഓക്കെ അല്ലാത്തൊരു കേസാണ് ഈ ഒരു ഏജിൽ. കാരണം ഏജ് ഇത്രയും ആകുമ്പോൾ തന്നെ ഹെൽത്തിൽ കുറെ വിഷയങ്ങൾ വരും. അതുപോലെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയം അവർ പ്രഗ്നന്റ് ആയത് തെറ്റായിട്ടാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഒരു ഡോക്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ 40 വയസ്സിന് എബോവ് ഉള്ള ആൾക്കാർ പ്രഗ്നന്റ് ആവുന്നതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടർ പറയുന്നത് കേട്ട് നോക്കാം. അപ്പോൾ റിസ്ക് സാധാരണ വരുന്നത് എന്താണ്? നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് വരാം. ഒന്നാമത്തെ കാര്യം റിസ്ക് വരുന്നത് നമ്മുടെ ഈ അമ്മയുടെ റിസ്ക് പറയുകയാണെങ്കിൽ അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പല സ്ത്രീകൾക്കും പ്രഷറും പ്രമേഹവും ഇത്യാദി പല പ്രശ്നങ്ങളും എല്ലാം ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ വരുന്നുണ്ട്, അല്ലെ? ഇനി അതൊന്നും വന്നില്ലെങ്കിൽ തന്നെയും നമ്മൾ പ്രഗ്നൻസിക്കൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഗർഭകാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത കൂടും, ഗർഭകാലത്ത് പ്രഷർ വരാനുള്ള സാധ്യത കൂടും. ഈ ഒരു അവസ്ഥകളും ഈ ഒരു പ്രശ്നങ്ങളും കാരണം, അതേപോലെ നമ്മുടെ ഈ പ്ലസന്റ പ്രീവ്യ വരാനുള്ള സാധ്യത കൂടും. ഇതൊക്കെ കാരണം എന്താ? നമുക്ക് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സിസേറിയൻ സെക്ഷൻ. അപ്പോൾ സിസേറിയൻ ആയിട്ട് അത് തീരാനുള്ള സാധ്യത കൂടും. അതിൻ്റെതായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഇതൊക്കെ സാധ്യത കൂടും. ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഏജ് കൂടുന്നതനുസരിച്ചിട്ട് പ്രൊജസ്ട്രോൺ സിഗ്നലിങ്ങിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ലാതെ വേറെയും പലവിധ കാരണങ്ങളാൽ അണ്ടങ്ങളുടെ ആരോഗ്യം കുറയുന്നതും വേറെയും പലവിധ കാരണങ്ങളാൽ ഏജ് കൂടുതൽ ആകും തോറും നമുക്ക് പ്രഗ്നൻസിക്ക് ശ്രമിച്ചാൽ ആ ഒരു ഏർലി മിസ്കാരേജ് വരാനുള്ള സാധ്യതയും അതല്ലാതെ ലേറ്റ് ഫസ്റ്റ് ട്രൈമസ്റ്റർ മിസ്കാരേജ് വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച ചിലപ്പോൾ അത്ര നന്നായി വന്നുകൊള്ളണം എന്നില്ല. ഈ IUGR, അതായത് ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ പതുക്കെ, ഇൻട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ ഗർഭാവസ്ഥയിൽ അല്ലെ, ഗർഭാവസ്ഥയിൽ. ഈ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ആരുടെ ഗ്രോത്താ? ഗർഭത്തിനുള്ളിൽ കിടക്കുന്ന ആരോ കൊച്ചല്ലേ. അപ്പോൾ കൊച്ചിൻ്റെ ഗ്രോത്ത് കുറയുന്നതിനാണ് IUGR എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ IUGR വരാനുള്ള സാധ്യതയുണ്ട്. IUGR ബേബീസ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നേക്കാം. അതേപോലെ മാസം തികയാതെ പ്രസവ വേദന വന്ന് മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും BP എല്ലാം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ തന്മൂലം അത് കാരണമുള്ള പ്രശ്നങ്ങളും നേരിടാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും. മനസ്സിലായില്ലേ? ഇനി ഇത് കൂടാണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഗർഭകാലത്ത് പ്രമേഹമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ മാക്രോസോമിക് ബേബി, അതായത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ബേബി വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണവും പലവിധ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും ബേബിക്കും വരാം. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇത് കൂടാണ്ട് നമ്മൾക്ക് ഈ അണ്ടങ്ങളുടെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് അണ്ടങ്ങളുടെ ഏജ് കൂടുന്നതനുസരിച്ച് ക്രോമസോംസിൽ കുറച്ച് ഡിസ്ജങ്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡൗൺ സിൻഡ്രോം പോലത്തുള്ള ആ ഒരു പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സിൻഡ്രോമിനെ കുറിച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, അതല്ലാതെയും ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. അത് താല്പര്യം ഉള്ളവർക്ക്, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ദയവായിട്ട് അത് പോയിട്ട് കാണുക കേട്ടോ. ഇത് കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ പ്ലസൻ്റ പ്രീവ്യൂ വരാനുള്ള സാധ്യത, അതേപോലെ വേറെയും പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത, സ്ത്രീകൾക്ക് ഹാർട്ടിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാർഡിയോവാസ്കുലർ ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ, അതെറോസ്ക്ലെറോസിസ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരി സ്ത്രീകൾ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകൾക്കുണ്ട്. കൊളസ്ട്രോൾ കൂടുതലുള്ളത് കാരണം പലവിധ കോംപ്ലിക്കേഷൻസ് വരാം. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഓവർ ആയി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുന്നത് തന്നെ വളരെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കേസ് അറിയാതെ ഒന്നും ഇരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആയത് തന്നെ അത്യാവശ്യം ഒരു തെറ്റായിട്ട് തന്നെയാണ് എനിക്കും കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു കണ്ടന്റ് ആദ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഒരുപാട് സ്ത്രീകൾ അറിയണം. ഇങ്ങനത്തെ കേസുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇത് ഒരുപാട് സ്ത്രീകൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത നാളെ ഇതേപോലെ ഓരോ സ്ത്രീകൾ ആകുകയാണെങ്കിൽ അവർക്കും ഇതേ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനൊരു ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഉൾപ്പെടെ എടുത്തു വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇതിന് ശേഷം ഞാൻ TT ഫാമിലിയുടെ ഒരു വീഡിയോ കൊടുക്കാം. ആ വീഡിയോ കണ്ട സമയത്തും എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും യോജിക്കാൻ പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ചിലപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എനിക്കാണ് ഇങ്ങനത്തെ ഒരു ടെൻഷനായിട്ട് നിൽക്കുന്ന സമയമോ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്തോ ഒരു വീഡിയോ ചെയ്യാനുള്ള മനസ്സുണ്ടാവത്തില്ല. അവിടെ നമ്മുടെ ഏണിങ്സ് ആയിരിക്കില്ല നോക്കുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അല്ലെ? നമ്മൾ ഒരിക്കലും നമ്മളെ വരുമാന മാർഗമാണ് അതൊന്നും ചിന്തിക്കത്തില്ല. നമ്മൾ എന്ത് പോയാലും കുഴപ്പമില്ല, ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാനേ നോക്കത്തുള്ളൂ. പകരം അവിടെ വീഡിയോ എടുത്തിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു മൈൻഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടത്തില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്തായാലും TT ഫാമിലി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവര് ലേബർ റൂമിൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പുറത്തിരുന്ന് അവനാണ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. 2 ദിവസം മുമ്പ്, 15 ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നല്ലോ, സ്കാനിങ് 5ാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ വിളിച്ചത്, അർജൻറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട്. 5:30 ആയിപ്പോൾ, കണ്ടില്ലതാ 5:30 ആയിക്കാൻ. അപ്പം പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പിന്നെ ഷെമീൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഞാൻ വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നില്ല. ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓരോ സംസാരത്തിലേക്ക് മനസ്സിലായത്. അപ്പൊ ഷെമിയുടെ റിസൾട്ട്, അതായത് ഈ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ അവിടെ വരുന്നുണ്ട്, വന്ന് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നിട്ട് അകത്തുള്ള വീഡിയോസ് ഒന്നും അവൻ എടുത്തിട്ടില്ല. അവന് മെന്റലി ഓക്കെ അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ പുറത്തു വന്നിട്ട് അവൻ മെന്റലി ഓക്കെ ആയി വീഡിയോ എടുത്തിരിക്കുകയാണ്. എനിക്ക് അതിന്റെ അങ്ങോട്ട് ആ ഒരു എത്തിക്സ് കണക്ട് ആവുന്നില്ല. ഓക്കെ വോട്ടവർ, ചിലപ്പോൾ അവന് ഇങ്ങനെ എല്ലാം കൂടിയൊക്കെ എടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ അറിയിച്ചാലേ സമാധാനം കിട്ടത്തുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും, മേ ബി ആയിരിക്കാം ഒരു. പക്ഷേ ഇതിന് താഴെ 1-2 കമന്റ്സ് വന്ന് ഞാൻ ഒന്ന് വായിക്കാം. കാലം പോയ പോക്ക്, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മകൾ ഹോസ്പിറ്റൽ കേസുമായി മല്ലിടുമ്പോൾ മൊബൈലിൽ അതിന്റെ വീഡിയോ ചിത്രീകരിക്കുക, അത് ഒരു വരുമാന മാർഗമായി കാണുക. മാനസികാവസ്ഥ വല്ലാത്ത അസുഖം തന്നെ. യാദൃശ്ചികമായി കണ്ട ഒരു വീഡിയോ ആണ്. ജനനം മുതൽ മരണം വരെ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇടുന്ന ലോകം. പണം വേണം, അതിന് എന്ത് മാർഗമായാലും കുഴപ്പമില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നു. ഒരാൾ വന്ന് കമന്റ് ഇട്ടാണ്. ഇതുപോലെ 1000 കമന്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആളുകളെ ഞാൻ കുറ്റം പറയത്തില്ല. ഇങ്ങനത്തെ ഒരു വേസ്റ്റ് സിറ്റുവേഷനൊക്കെ ഷൂട്ട് ചെയ്ത് ഇരുന്ന് സംസാരിച്ച് അതിനെ എഡിറ്റ് ചെയ്ത് അതിൽ
എന്തിനാദ്യം തുടക്കത്തിൽ ഇൻട്രോ വരെ കൊടുത്ത് ആ രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് എനിക്കും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. സാധാരണ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ അത് മറന്നു പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇനി അത് ഓർക്കാൻ ആഗ്രഹിക്കാത്തതൊക്കെ ആയിരിക്കും. അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ച് പിന്നെ ഇരുന്ന് കാണുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ എടുത്ത് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുക എന്ന് പറയുന്നത് എനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ കുറേ പേര് ചീത്ത വിളിച്ചേക്കാം. ഓഫ് കോഴ്സ് ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എന്റെ നിലപാട് പറയണമെന്ന് തോന്നി. എന്റെ നിലപാടിന് മാറ്റമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യത്തില്ല ഈ ഒരു സമയത്ത്. ചിലപ്പോ എന്തെങ്കിലും അരുതാത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാം, ഇങ്ങനെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഓഡിയൻസിനെ ഒന്ന് അറിയിച്ചേക്കാം. അത് ഓക്കെ, വീണ്ടും ഫൈനാണ്. പക്ഷേ ഇങ്ങനെ വ്ളോഗായിട്ടൊക്കെ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇൻട്രോ കൊടുത്ത് പിന്നെ അതിൽ ഇവരുടെ ഇങ്ങനെ വ്ളോഗിന്റെ ലോഗോ ഒക്കെ കറങ്ങി വേണ സാധനമൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ജീവിതത്തിൽ നടന്ന ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആണ്. അതും സ്വന്തം കുഞ്ഞ് മരണപ്പെടുന്നു എന്ന് അറിയിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേസ്റ്റ് സിറ്റുവേഷനാണ് അവർ ഈ ടൈപ്പിൽ വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആയിട്ടില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. വേറൊരു കമന്റ് ഞാൻ വായിക്കാം. എന്തൊരു ആർത്തിയ പണത്തിന്, ഭാര്യയ്ക്ക് പ്രസവ വേദന, ഭർത്താവിന് വീണ വായന. ഭാര്യയുടെ കൂടെ ഉണ്ടാവേണ്ട സമയത്ത് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കുന്ന നിന്നെ കാണുമ്പോൾ റിഫ മരിച്ചപ്പോൾ മെഹനാസ് വീഡിയോ എടുത്ത പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് എവിടെയും എത്തില്ല. ഈ പ്രായത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ നാട്ടുകാരെ അറിയിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ ഒരു കേസ് തന്നെയാണ് ഡോക്ടർ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രായത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്തിനാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ഇത്രയും ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു പ്രായമാകുമ്പോൾ ഹെൽത്തിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരും. അത് തന്നെയാണ് ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എങ്കിലും നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അതിൽ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരുപാട് ഡോക്ടേഴ്സ് ഞാൻ എടുത്തു നോക്കിയതിൽ ഒരു 99% ഡോക്ടേഴ്സും ഇത് തന്നെയാണ് പറഞ്ഞത്. വൺ റിസ്ക് ആണ് എന്ന് വെച്ചിട്ട് ആരും നിങ്ങൾ പ്രഗ്നന്റ് ആവണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വൺ റിസ്കോട് കൂടിയാണ് ഈ ഒരു കടമ്പ നിങ്ങൾ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ എനിക്കറിയാവുന്ന നേഴ്സുമായിട്ട് സംസാരിച്ച സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും അടക്കം പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരു കേസെന്നാണ് പറയുന്നത്. ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് ഈ ഒരു പ്രായത്തിൽ കൊണ്ടുവച്ചതെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. വേണ്ടായിരുന്നു, ഒരുപക്ഷെ വേണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ അതിന്റെ ഇരട്ടി ദുഃഖം അനുഭവിക്കുന്നു. പിന്നെ ദൈവഭാഗ്യം കൊണ്ട് ക്ഷമിക്കൊന്നും പറ്റിയില്ല എന്ന് തന്നെ പറയാൻ പറ്റും, അല്ലെ? അവർക്കും കൂടി എന്തെങ്കിലും സംഭവിക്കാതെ ദൈവം രക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലത് വരട്ടെ. ഇതെല്ലാം ബാക്കി കേട്ടോ. റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടിങ്ങാൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തന്നെ വിളിച്ചു തന്നെയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെയായി. ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി ഇന്ന് ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഇപ്പോൾ ഷെമി ലേബർ റൂമിൻ്റെ അടുത്താണുള്ളത്. ഇത് പ്രസവിക്കുന്നതിന് കുറച്ച് മുന്നേ ഇവൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇവന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അതിന് മുന്നേ വ്ളോഗായിട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് പിന്നെ ഇടുന്നതാണ് നമ്മൾ കാണുന്ന ഒരു വീഡിയോ. എനിക്കിതൊന്നും പറ്റത്തില്ല കേട്ടാ. ഇവനെങ്ങനെ മാനസികാവസ്ഥ കണക്ട് ആയെന്ന് എനിക്ക് അറിയാനും പാടില്ല. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയായിരിക്കും. എന്നെ കൊണ്ട് ഇത്രയും ഫസ്റ്റ് സിറ്റുവേഷനൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പറ്റത്തില്ല. ഓക്കെ, ഫൈൻ. എന്തായാലും ഇതിനുശേഷം പിന്നെ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റാണ് ഇടുന്നത്. അവിടെ ആ കൊച്ചു മരണപ്പെട്ടു പോയി. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഷെമിക്കൊന്നും പറ്റാതെ ജീവനോടെ തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ പോസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇന്നലെ ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു, എല്ലാവരും ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഏജിൽ ഉറപ്പായിട്ടും ഒരു സ്ത്രീകളും റിസ്ക് എടുക്കാൻ നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അതൊക്കെ ഒരുപാട് റിസ്കി ഫാക്ടറാണ്. പിന്നെ മക്കളില്ലാത്തവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ റിസ്ക് എടുത്തേക്കാം. ഇവിടെ ഇവരുടെ കേസിൽ അങ്ങനെയല്ല. ഇവർക്ക് മക്കളുണ്ട്, ഓൾറെഡി മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു ഏജിൽ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. ചിലപ്പോൾ മക്കളില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ, മക്കളില്ലാത്ത വിഷമവും കാര്യങ്ങളും ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും. അല്ലാണ്ട്
ഇങ്ങനെ ഈ ഏജിൽ മക്കളൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ആ വിഷമവും ആ കുടുംബത്തിന്റെ ദുഃഖവും എല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്റെ നിലപാടുകൾ എനിക്ക് പറയണമെന്ന് തോന്നി. എവിടേക്ക് കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്കത് ചൂണ്ടിക്കാണിക്കാൻ തോന്നി. ഞാൻ ചെയ്ത വീഡിയോയിലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.